പാടും ഞാൻ പരമേശനു സതതം. പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. അത്രയുമല്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തി പൂണ്ടു കാത്തിരുന്ന കാലമതിങ്കൽ. അത്രയുമല്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തി പൂണ്ടു കാത്തിരുന്ന കാലമതിങ്കൽ. ആർത്തിയെ തീർത്തവനെ ഞാൻ ആർത്തു ഘോഷിച്ചിടുവാനൻ. ആർത്തിയെ തീർത്തവനെ ഞാൻ ആർത്തു ഘോഷിച്ചിടുവാനൻ. ആർത്തിയറിഞ്ഞവൻ തന്റെ വാർത്തയെനിക്കേകിയതാൽ പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ. മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ. മഹത്വമായി ജീവിച്ചിടാൻ മഹിമയിൻ ആവിയാലെ പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതഗണം കാവലായി നിന്നനുദിനമെനിക്കവൻ. ദൂതഗണം കാവലായി നിന്നനുദിനമെനിക്കവൻ. നൂതനമാം ദൂതുകളും ഊനമെന്നെ നൽകിയിടുന്നു. പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. ഒരു ന്യായശാസ്ത്രി കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നതായ ഒരു ചോദ്യവും അതിന് കർത്താവ് നൽകുന്നതായ മറുപടിയുമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാം ഓരോരുത്തരും അത് വായിക്കുകയും ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ഭാഗമാണ്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്: ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ചു മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി വിട്ടേച്ചുപോയി. ആ വഴിയായി യദൃച്ഛയാ ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി.
ഒരു ശമരിയാക്കാരനോ വഴിപോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു, അരികെ ചെന്നു എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ഈ സംഭവത്തിൻ്റെ ഓരോ അംശങ്ങളായി എടുക്കുമ്പോൾ ആത്മീയമായ ഒരുപാട് അർത്ഥങ്ങൾ ഇതിൽ അന്തർലീനമായിട്ടുണ്ട്. നമ്മുടെ മുൻപിലുള്ളതായ ചുരുങ്ങിയ സമയത്തിൽ എല്ലാ കാര്യങ്ങളും പറയുവാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് അതിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയതായ ഈ മനുഷ്യൻ വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയതായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തോട് തുല്യമാണ് എന്നുള്ളത് ആത്മീയാർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ഉപോത്ബലകമായ ഒരുപാട് വാക്യങ്ങളുണ്ട്, അതിലേക്കൊന്നും പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അങ്ങനെയുള്ളതായ മനുഷ്യനെ കണ്ടിട്ട് അവൻ്റെ അരികിലേക്ക് വന്ന നല്ല ശമരിയാക്കാരനിൽ നാം കാണുന്ന 4 പ്രത്യേകതകൾ തീർച്ചയായും നമ്മുടെ മുൻപാകെ ഒരു വലിയ ചൂണ്ടുപലകയായി നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നതായ 4 പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് വാസ്തവത്തിൽ ശമരിയാക്കാരനിലൂടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത്. ആ 4 ഗുണങ്ങൾ ഈ 10-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം മുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത് നാം കാണുന്നത് ഈ ശമരിയാക്കാരൻ അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു എന്നുള്ളതാണ്. ഒരു മനസ്സലിവുള്ളതായ ജീവിതം നമുക്കുണ്ടാകേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്ന നാം ഓരോരുത്തരും മറ്റുള്ളവരെ കാണുമ്പോൾ, അവരുടെ ദയനീയമായ സ്ഥിതിഗതികൾ കാണുമ്പോൾ ഒരു മനസ്സലിവുണ്ടാകേണ്ടത് എത്രയോ വളരെ ആവശ്യമാണ്. നാം നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ എത്രയോ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അശരണരായിട്ടുള്ളവർ, വല്ലാതെ നിരാശ ബാധിച്ചവർ, ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കഷ്ടപ്പാടനുഭവിക്കുന്നവർ, ഒറ്റപ്പെട്ട നിലയിലുള്ളവർ, യാതൊരു സഹായവുമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്നവർ, പട്ടിണി കിടക്കുന്നവർ, രോഗികൾ, വല്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, അങ്ങനെ നോക്കുമ്പോൾ എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ യാതൊരു സഹായവും ലഭിക്കാതെ വല്ലാതെ വിഷമിച്ച് കഴിയുന്നവരായിട്ടുണ്ട്. ഈ ശമരിയാക്കാരൻ എന്താണ് ചെയ്തത്? അദ്ദേഹം ആദ്യം ചെയ്തത് ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യൻ്റെ അരികിലേക്ക് ചെന്ന് അവനെ കണ്ടു എന്നുള്ളതാണ്. അവൻ്റെ അരികിലേക്ക് ചെന്ന് അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള അശരണരായിട്ടുള്ള ആളുകളെ അടുത്ത് ചെന്ന് കാണുവാനും അവരെ കണ്ടിട്ട് നമ്മിൽ ഒരു മനസ്സലി ഉണ്ടാകുവാനും ഇടയാകുന്നുവെങ്കിൽ വാസ്തവമായി കർത്താവായ യേശുക്രിസ്തു നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നതായ ആ മനസ്സലിവിൻ്റെ ഒരു ജീവിതം നമുക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എത്രയോ ക്ഷണികമായ ആയുസ്സിൻ്റെ ഉടമകളാണ് നാം ഓരോരുത്തരും. ജി ശങ്കരക്കുറുപ്പ് എന്ന് പറയുന്നതായ മഹാകവി എഴുതിയതായ ഒരു കവിതയുണ്ട്. ഇന്നു ഞാൻ നാളെ നീ എന്നുള്ളതായ ഒരു കവിതയാണ്. ഇത് വളരെ വർഷങ്ങൾക്ക് മുൻപ്, എനിക്ക് തോന്നുന്നത് 10-ാം ക്ലാസ്സിലാണ് ഞാൻ ഈ കവിത പഠിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ഇത് ഓർമ്മിക്കുന്നുണ്ടായിരിക്കാം, അങ്ങനെ പഠിച്ചിട്ടുള്ളവരൊക്കെ ഓർമ്മിക്കുന്നുണ്ടായിരിക്കാം. ആ കവിത ഇങ്ങനെയാണ്: ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നിതന്നോർമ്മയിൽ, പാതവക്കത്തെ മരത്തിൻ കരിനിഴൽ പ്രേതം കണക്കെ ക്ഷണത്താൽ വളരവേ, എത്രയും പേടിച്ചരണ്ട ചില ശുഷ്കപാത്രങ്ങൾ മോഹം കലർന്നു പതിക്കവേ, ആസന്ന മൃത്യുവാം നിശ്ചേഷ്ടമാരുതൻ ശ്വാസമിടയ്ക്കിടയ്ക്കാഞ്ഞു വലിക്കവേ. അങ്ങനെ എരിഞ്ഞടങ്ങുന്ന ഒരു പകലിനെ മരണാസന്നനായി കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തോട് ഉപമിച്ചുകൊണ്ട് കവി എഴുതിയിരിക്കുന്നതായ ഒരു കവിതയാണ്. അതിൻ്റെ അവസാനം താൻ പാടുകയാണ്:
ആ വഴിക്ക് അപ്പോൾ ഒരു ദരിദ്രൻ്റെ നിർജീവമാം ദേഹമടങ്ങിയ പെട്ടി പോയി. ആ പെട്ടിമേൽ എഴുതിയിരിക്കുകയാണ്, ഇന്ന് ഞാൻ നാളെ നീ. ഇപ്പം നമ്മളൊരു ജീവിതം വളരെ പെട്ടെന്ന് അവസാനിച്ചു പോകുന്നതാണ്. എന്നാൽ ആ ജീവിതത്തിൽ മറ്റുള്ളവരെ കണ്ടിട്ട് മനസ്സലിവുണ്ടാകുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ തീർച്ചയായും നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു. ഈ ശമരിയാക്കാരൻ എന്താ ചെയ്തത്? അവൻ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. മാത്രമല്ല, താൻ അരികത്ത് ചെന്നിട്ട് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി എന്നാണ് നാം വായിക്കുന്നത്. അവൻ്റെ അരികിലേക്ക് ചെന്നു, എണ്ണയും വീഞ്ഞും പകർന്നു അവൻ്റെ മുറിവുകളെ കെട്ടി. മറ്റുള്ളവരുടെ മുറിവുകളെ കെട്ടുവാൻ, അത് ശമിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവർക്കുണ്ടാകുന്നതായ വേദന നമ്മുടെ വേദനയായിട്ട് മാറണം. നമ്മുടെ അടുത്ത് നിൽക്കുന്നതായ മനുഷ്യൻ അനുഭവിക്കുന്നതായ വേദന, നമ്മുടെ അയൽക്കാർ അനുഭവിക്കുന്ന വേദന കാണുവാനുള്ള ഒരു കണ്ണ് നമുക്കുണ്ടാകണം. അപ്പോഴാണ് നാം യഥാർത്ഥ അയൽക്കാരായി, യഥാർത്ഥ കൂട്ടുകാരായിട്ട് മാറുന്നത്. അങ്ങനെ മറ്റുള്ളവരുടെ മുറിവുകളെ കെട്ടുന്ന ഒരു വലിയ സ്വഭാവമാണ് നമ്മിൽ നിന്ന് വലിയവനായ ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ എന്താണ് പ്രിയമുള്ളവരെ നടക്കുന്നത്? മറ്റുള്ളവരെ ഏറ്റവും മുറിവേൽപ്പിക്കുന്ന സ്വഭാവമാണ് പലപ്പോഴും നമ്മിൽ നിന്നുണ്ടാകുന്നത്. നമ്മുടെ സഹജീവികളെ, സഹവിശ്വാസികളെ, മറ്റുള്ളവരെ, അവരെ മുറിവേൽപ്പിക്കുന്നതായ ഒരുപാട് വാക്കുകളും പ്രവൃത്തികളും ഒക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉണ്ടായി വരുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ വസ്തുതയാണ്. എന്നാൽ ദൈവവചനം പറയുന്നത് മറ്റുള്ളവരുടെ മുറിവുകളെ കെട്ടുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സ്വാർത്ഥ മനോഭാവം ഉപേക്ഷിച്ചിട്ട് മറ്റുള്ളവരെ നമ്മെപ്പോലെ തന്നെ കാണുവാനും അവരുടെ മുറിവുകളെ കെട്ടുവാനും അവരെ സഹായിക്കുവാനും നമുക്ക് സാധിക്കണം. മൂന്നാമത് നാം കാണുന്നത്, അങ്ങനെ അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. മരണാസന്നനായി കിടന്നിരുന്ന ആ മനുഷ്യനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വളരെ ശ്രമകരമായി അദ്ദേഹം വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അനേകരെ രക്ഷിക്കുന്ന ശുശ്രൂഷയാണ് ദൈവം വാസ്തവത്തിൽ നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആത്മാവിൻ്റെ രക്ഷയാണെങ്കിലും അതോട് ചേർന്ന് ശാരീരിക രക്ഷയും ഉണ്ട് എന്നുള്ളത് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാലാമത് നാം കാണുന്നത്, അദ്ദേഹം പിറ്റന്നാൾ പുറപ്പെടുന്നതായ സമയത്ത് 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തതിന് ശേഷം ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്നവനോട് പറഞ്ഞു. അർത്ഥാൽ തൻ്റെ കയ്യിലുള്ളതായ സമ്പാദ്യം പോലും ആ മനുഷ്യന് വേണ്ടി ചെലവിടുവാൻ മടിക്കാത്ത ഒരു ശമരിയാക്കാരനെയാണ് നാം കാണുന്നത്. ഈ 4 വിധ സ്വഭാവങ്ങൾ നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് വാസ്തവത്തിൽ നാം നല്ല അയൽക്കാരനായി, നല്ല കൂട്ടുകാരനായി തീരുന്നതെന്ന് കർത്താവ് പറയുകയാണ്. ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെപ്പറ്റി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ 4 വിധ സ്വഭാവങ്ങളുടെ നേരെ വിപരീതമായ സ്വഭാവമാണ് നമ്മിൽ പലപ്പോഴും ഉള്ളത് എന്ന് നാം വാസ്തവത്തിൽ സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന നമ്മിലൂടെ വെളിവാകുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? മനസ്സലിവില്ലാത്ത സ്വഭാവം. മറ്റുള്ളവരെ കാണുവാനോ അവരുടെ അരികിലേക്ക് ചെല്ലുവാനോ അവരെ കണ്ട് മനസ്സലിയുവാനോ യാതൊരു മനസ്സുമില്ലാത്തൊരു സമൂഹമായി പലപ്പോഴും നാം മാറിപ്പോയിട്ടില്ലേ? എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകളെ കെട്ടിയ ശമരിയാക്കാരൻ ചെയ്തതിന് പകരമായി മറ്റുള്ളവരെ, സഹവിശ്വാസികളെയൊക്കെ പലപ്പോഴും മുറിവേൽപ്പിക്കുന്നവരായി നാം മാറിപ്പോയിട്ടില്ലേ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, നാം സമ്മതിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. മൂന്നാമത് നാം കാണുന്നത്, ആ മനുഷ്യനെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. അത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ച് കഷ്ടപ്പാടിലൂടെ പോയി ആ മനുഷ്യനെ രക്ഷ ചെയ്തു എന്നെഴുതിയിരിക്കുമ്പോൾ അതിന് നേരെ വിപരീതമായി അനേകരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ടും നാം മാറി കടന്നു പോവുകയാണ്. അനേകരെ രക്ഷ ചെയ്യുവാൻ നമുക്ക് സാധിക്കും, പക്ഷേ നാം അതിനുവേണ്ടി ഒരുങ്ങാതെ നാം നമ്മിലേക്ക് തന്നെ നോക്കി നമ്മുടെ രക്ഷ മാത്രം കണക്കാക്കി പോകുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമകളായി നാം പലപ്പോഴും മാറിപ്പോയിട്ടില്ലേ? നാലാമതായി നാം കാണുന്നത്, 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്നെഴുതിയിരിക്കുന്ന ശമരിയാക്കാരൻ ചെയ്തതിന് പകരമായി എൻ്റെ പണം എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം മതി, മറ്റാർക്കും ഞാനത് കൊടുക്കുകയില്ല എന്നുള്ളതായ ചിന്തയോടുകൂടെ തൻ്റെ സമ്പത്തിനെ മുറുകെ പിടിച്ചിരിക്കുന്ന, തൻ്റെ സമ്പത്തിനെ വലുതായി കാണുന്ന, അത് തനിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് വിചാരിക്കുന്ന, അതിനെ വലുതാക്കുവാനായിട്ട് ശ്രമിക്കുന്ന, അതിനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെയല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്.
വ്യത്യാസമുള്ള ഒരുപാട് പേരുണ്ടാകാം. മറ്റുള്ളവരെ കണ്ട് മനസ്സലിയുന്ന ദൈവമക്കളുണ്ട്. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതെ അവരെ സ്നേഹിക്കുവാൻ മനസ്സുള്ള ഒരുപാട് ദൈവമക്കളുണ്ട്. അനേകരെ രക്ഷ ചെയ്യുന്ന സ്വഭാവമുള്ള ദൈവമക്കളുണ്ട്. അതുപോലെ തന്നെ തൻ്റെ സമ്പത്തും മറ്റുള്ളവർക്ക് വേണ്ടി ധാരാളം കൊടുത്തവരെ സഹായിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ വചനം ധ്യാനിക്കുമ്പോൾ നാം നമ്മെപ്പറ്റി ഒന്ന് ചിന്തിക്കുവാനിടയായിത്തീരണം. ഇതിൽ ഈ 4 സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നമുക്ക് അന്യം നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് മടക്കിക്കൊണ്ടുവരുവാനും ഈ നല്ല ശമരിയാക്കാരനെ പോലെ മറ്റുള്ളവരെ കണ്ട് മനസ്സലിയുന്നവരായി, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതെ അവരെ രക്ഷ ചെയ്യുന്നവരായി, നമ്മുടെ സമ്പത്തിൽ നിന്ന് പോലും അവർക്ക് വേണ്ടി ചെലവാക്കുവാൻ മടിയില്ലാത്ത നല്ല ക്രിസ്ത്യാനിയായി തീരുവാൻ, നല്ല ദൈവമക്കളായി തീരുവാൻ, അങ്ങനെ മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് ആദായപ്പെടുത്തുവാൻ, മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് രാവിലെ ചിന്തിച്ച വേദഭാഗത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. പലപ്പോഴും കർത്താവെ, ഞങ്ങൾ നല്ല ശമരിയാക്കാരനിൽ നിന്ന് വ്യത്യസ്തമായി അതിന് വിപരീതമായ സ്വഭാവമുള്ളവരായി തീർന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ സ്വയം സമ്മതിക്കുന്നു. മറ്റുള്ളവരുടെ അരികിലേക്ക് പോകുവാൻ, അവരുടെ പ്രയാസങ്ങളെ കാണുവാനോ മനസ്സിലാക്കുവാനോ അവരെ കണ്ടിട്ട് മനസ്സലിയുവാനോ ഞങ്ങൾ മനസ്സില്ലാത്തവരായി പലപ്പോഴും തീർന്നിട്ടുണ്ടല്ലോ കർത്താവേ. അവരെ മുറിവേൽപ്പിക്കാതെ അവരെ രക്ഷ ചെയ്യുവാനും അവർക്ക് വേണ്ടി ചെലവിടുവാനുമുള്ളതായ ഒരു വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ, അവിടുത്തെ സ്നേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് അതിലൂടെ കർത്താവെ അവരെ നേടുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഈ വചനം കേട്ട എല്ലാവരെയും അവിടെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവെ. ഇന്നത്തെ ദിവസം അവിടുത്തെ അനുഗ്രഹത്താൽ നിറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.